ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൂതന മോക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കംസ, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന അശരീരി കേട്ട് കംസൻ വിഭ്രാന്തിയിലായി. തൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ കംസൻ തൻ്റെ അസുരപ്പടയെ ഒന്നൊന്നായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയുവാനും നിർദ്ദേശിച്ചു. അടുത്തത് പൂതനയുടെ ഊഴമായിരുന്നു. കംസന്റെ ആജ്ഞയനുസരിച്ച് പൂതന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി വധിച്ചുകൊണ്ടേയിരുന്നു. അമ്പാടിയിലെത്തിയ പൂതന അങ്ങനെ നന്ദഗൃഹത്തിലുമെത്തി. തൻ്റെ മായാബലം കൊണ്ട് അവൾ അതീവ സുന്ദരിയായ ഒരു ഗോപികയായി മാറി. ഈ ഓമനത്തമുള്ള കുഞ്ഞിന് പാല് കൊടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് വേഷപ്രച്ഛന്നയായ പൂതന യശോദാമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അനുവാദവും വാങ്ങി. ബാലസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂതനയുടെ പാൽ കുടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുകയും തൻ്റെ പ്രാണൻ പോലും ആ കുഞ്ഞ് വലിച്ചെടുക്കുന്നതായും തോന്നിയ പൂതന കുഞ്ഞിനോട് വിടൂ വിടൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾ മായാരൂപം കൈവിട്ട് അതിഭയങ്കരിയായ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ മരിച്ചു വീണു. പൂതന ഉഗ്രശബ്ദത്തോടെ നിലം പതിച്ചപ്പോൾ വൻവൃക്ഷങ്ങൾ വരെ നിലം പതിച്ചു. പൂതനയുടെ രാക്ഷസ രൂപം കണ്ട ഗോപന്മാർ തങ്ങളുടെ ഓമനയായ കണ്ണൻ ജീവിച്ചിരിക്കില്ലെന്ന് കരുതി നിലവിളിച്ചു. എന്നാൽ പൊന്നുണ്ണിക്കണ്ണനാകട്ടെ പൂതനയുടെ ശരീരത്തിലിരുന്ന് മന്ദഹസിച്ചുകൊണ്ട് കളിക്കുന്നതായാണ് അവർ കണ്ടത്. ഗോപന്മാർ പൂതനയുടെ ശരീരം മഴുകൊണ്ട് വെട്ടി ദൂരത്തായി ദഹിപ്പിച്ചു. അതിൽ നിന്നുയർന്ന പുകയ്ക്കാകട്ടെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധമായിരുന്നു. എന്നാൽ ഇതൊന്നും താനല്ല ചെയ്തതെന്ന മട്ടിൽ പൊന്നുണ്ണിക്കണ്ണൻ യശോദാമ്മയെ നോക്കി പുഞ്ചിരി തൂകി. ഇനി നമുക്ക് പൂതനയുടെ പൂർവ്വവൃത്താന്തം പറയാം. മഹാബലിയുടെ യജ്ഞകവാടത്തിലെത്തിയ വാമനനെ കണ്ട് പുത്രവാത്സല്യം തോന്നിയ മഹാബലിയുടെ പുത്രിയായ രത്നമാലയ്ക്ക് വാമനനെ പോലെ ഒരു പുത്രൻ വേണമെന്നും പാല് കൊടുക്കണമെന്നും ആഗ്രഹമുണ്ടായി. ദ്വാപരയുഗത്തിൽ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് ഭഗവാൻ രത്നമാലയ്ക്ക് വാക്കുകൊടുത്തു. അങ്ങനെ ദ്വാപരയുഗത്തിൽ പൂതനയായി ജനിച്ച് ശ്രീകൃഷ്ണ ഭഗവാന് പാല് കൊടുക്കാനുള്ള ആഗ്രഹം സാധിച്ച് പൂതന മോക്ഷം നേടി. ഈ വാത്സല്യക്കടമ്പിന് പാല് കൊടുക്കാനും മാത്രം പൂതനെ നീ എന്ത് പുണ്യം ചെയ്തവളാണ്. രാധേശ്യാം.